നമസ്തേ. തിരു ആനന്ദപൂരത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. കലയുടെ മാമാങ്കം അങ്ങനെ കൊട്ടിക്കയറുകയാണ് അനന്തപുരിയിൽ. അനന്തപുരിയിൽ ആവേശമാണ്, ആഘോഷമാണ്, ആഹ്ലാദമാണ്, ആഹ്ലാദ തിമിർപ്പാണ് അല്ലേ? അങ്ങനെയല്ലേ നമുക്ക് പറയാൻ കഴിയാം? സംശയമില്ല. ആദ്യ രാത്രി, അതായത് തിരുവനന്തപുരത്ത് 63ാം സംസ്ഥാന സ്കൂൾ കലോത്സവം തുടങ്ങിയതിൻ്റെ ആദ്യ രാവാണിത്. ആഘോഷമാണ് ഇവിടെയും, ആരവമാണ് ഇവിടെയും, ആസ്വാദനത്തിൻ്റെ അങ്ങേയറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. എത്രയെത്ര മിടുക്കന്മാരാണ്, എത്രയെത്ര കലാകാരന്മാരാണ് സ്കൂളുകളിൽ നിന്ന് ഇവിടേക്ക് എത്തി ഇവിടുത്തെ ഒരുമയ്ക്കൊപ്പം ചേർന്ന് ആഘോഷ തിമിർപ്പിലായി മത്സരങ്ങളിൽ പങ്കെടുത്ത് സന്തോഷത്തോടെ പടിയിറങ്ങിപ്പോകുന്നത്. ഞാൻ തുടക്കം മുതൽ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് മത്സരമല്ല, ഉത്സവമാണ്. കലോത്സവം എന്ന് തന്നെയാണ് പേര്. അതുകൊണ്ട് വേദികളിൽ നടക്കുന്നതിനാകെ പൂർണ്ണമായി അനന്തപുരി. ആ അനന്തപുരിയുടെ ആഘോഷ തിമിർപ്പ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഓരോ നിമിഷം കഴിയും തോറും, പ്രത്യേകിച്ച് വൈകുന്നേര സമയത്ത് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഒന്നാം വേദിയിലേക്ക്, നിളയിലേക്ക് ഇടിച്ചു കയറുന്ന കാഴ്ചയല്ലേ നമുക്ക് കാണാൻ. സംഘനൃത്തമാണ് നടക്കുന്നതെന്ന് ഓർക്കണം. വേദി ഒന്നിൽ, പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലെ MD നിളയിൽ സംഘനൃത്തം നടത്തുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, വലിയ ഒരളവിൽ ഈ കുട്ടികളൊക്കെയും ചിത്രശലഭങ്ങളെ പോലെ പാറിപ്പറക്കുന്ന വർണ്ണ വസ്ത്രങ്ങൾ അണിഞ്ഞ് എത്ര സുന്ദരമായി ചടുലമായി അവരെല്ലാം നൃത്തം ചെയ്യുന്നുവെന്ന് നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഏറ്റവും ആകർഷണീയമായ ഒരു ഇനമാണ് സംഘനൃത്തം. അത് ഹയർ സെക്കൻഡറി വിഭാഗം വേദി ഒന്നിൽ പുരോഗമിക്കുന്നുണ്ട്. നമുക്ക് പക്ഷേ മത്സരം കഴിഞ്ഞിറങ്ങിയ പലരും ഒപ്പമുണ്ട്. അവർ വരാനിരിക്കുന്നു ഈ ആഘോഷത്തിനൊപ്പം ചേരാൻ, ജനൻ TV ഒരുക്കുന്ന ആഘോഷത്തിനൊപ്പം ചേരാൻ. ഇത് കുട്ടികളുടെ ഉത്സവമാണല്ലോ, സ്വാഭാവികമായും നമ്മൾ അവർക്കൊപ്പം തന്നെ ചേർന്നിരിക്കണം. ആഘോഷത്തിന്റെ രാവുകളാണ്, ആഘോഷത്തിന്റെ രാത്രികളാണ്. അനന്തപുരി പൂർണ്ണമായും ഉറങ്ങുന്നില്ല ഇനിയുള്ള രാത്രികളിൽ എന്നാണ് നമുക്ക് പറയാൻ സാധിക്കും. എല്ലാ വേദികളിലും ദിനരാത്രങ്ങൾ, 5 രാപ്പകലുകൾ ആവേശത്തിൻ്റെതാണ്, ആഘോഷത്തിൻ്റെതാണ്. അക്കാര്യത്തിൽ ഒരു സംശയം. 25 വേദികളിലും ഇപ്പോഴും ഇങ്ങനെ അരങ്ങിങ്ങനെ തകർക്കുകയാണ്. അരങ്ങിൽ ഓരോ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് പോകേണ്ടത് ഇന്നത്തെ ഉദ്ഘാടന പരിപാടിയാണ്. ആ ഉദ്ഘാടന പരിപാടിയുടെ ആ ഒരു ചെറിയ റിപ്പോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം അല്ലേ? അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇന്ന് ഈ കലോത്സവം. അദ്ദേഹം പറഞ്ഞത് ഇത് അതിജീവനത്തിന്റെ ഉത്സവമാണെന്നാണ്. കൃത്യമായ ഒരു സന്ദേശം നൽകുന്നുണ്ട്. കാരണം വയനാട്ടിൽ അതിജീവനത്തിന്റെ കഥയുമായി വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ എത്തിയത് നമ്മൾ കണ്ടതാണ്. തന്നെ അവർ അവരുടെ ജീവിതം, അവർ നേരിൽ കണ്ട കാഴ്ചകളൊക്കെയും പറഞ്ഞ ഒരു കാഴ്ച നമുക്ക് മുന്നിലുണ്ടായിരുന്നു. നൃത്തരൂപേണയാണ്, കലാരൂപേണ അവരുടെ ദുരന്തം വേദനിപ്പിക്കുന്ന തരത്തിൽ. പക്ഷേ അവരേറെ കയ്യടി ഏറ്റുവാങ്ങിയാണ് മടങ്ങിയത്, സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയത്. അനന്തപുരിക്ക് ഇനി കലയുടെ ദിനരാത്രങ്ങൾ സമ്മാനിക്കാൻ സംസ്ഥാന സ്കൂൾസ് കലോത്സവത്തിന് തുടക്കം. പ്രധാന വേദിയായ MD നിളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇത്തവണത്തേത് അതിജീവനത്തിന്റെ നേർക്കാഴ്ചയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആ റിപ്പോർട്ടിലേക്ക്. അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതോടെ 25 വേദികളും ഉണർന്നു. ഇത്തവണത്തെ കലോത്സവം അതിജീവനത്തിന്റെ നേർസാക്ഷ്യമാണെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗ മധ്യേ ചൂണ്ടിക്കാട്ടി. കലാമേള നന്മ കൂടി ഉയർത്തുന്നതാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആ ദുരന്തത്തെ അതിജീവിച്ച വെള്ളാർമല GHSലെ വിദ്യാർത്ഥികൾ ഇന്ന് ഈ വേദിയിൽ സംഘനൃത്തം അവതരിപ്പിക്കുകയാണ്. ആ നിലക്ക് കലാപ്രകടനം എന്നതിലുപരി അതിജീവനത്തിൻ്റെ കൂടി നേർക്കാഴ്ചയാവുകയാണ് ഈ കലോത്സവ വേദി. വിജയമല്ല, പങ്കെടുക്കൽ പ്രധാനമെന്ന വിദ്യാർത്ഥികളോട് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. മത്സരം അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടേതല്ലെന്നും മന്ത്രിയുടെ ഓർമ്മപ്പെടുത്തൽ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരത്തിനായി എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വിജയമല്ല, പങ്കെടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ആരോഗ്യകരമായ മത്സരമാണ് അങ്ങനെ ഇവിടെ നടത്തേണ്ടത്. പരസ്പര ബഹുമാനവും സ്നേഹവും അച്ചടക്കവും വേണം. ഇത് കലാധ്യാപകരുടെ മത്സരമല്ല, രക്ഷകർത്താക്കളുടെ മത്സരമല്ല, നമ്മുടെ കുട്ടികളുടെ മത്സരമാണെന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 5 നാൾ നീളുന്ന കൗമാര കലാമേളയിൽ അനന്തപുരി ആവേശഭരിതമാകും. കാൽവിളക്കിൽ തെളിഞ്ഞ അഗ്നിനാളങ്ങൾ പോലെ അനന്തപുരി ഇനി ശോഭിക്കും. കാടിറങ്ങി വന്നവള്, കാട്ടുചോല പെണ്ണിവള്, കോടമഞ്ഞിൻ കമ്പിളി ചുറ്റിയ കാട്ടുകണ്ണി പെണ്ണിവള്. ടീം ജനം,
തിരുവനന്തപുരം.